അവികസിത കേരളത്തെ വികസിത കേരളമാക്കി മാറ്റാനുള്ള വികസന രേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി.ജെ.പി. ശ്രമിച്ചതെന്നും അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്നും ബി.ജെ.പി. എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. സജീവ് പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി കോതമംഗലം നഗരസഭയിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറന്നത് ഏറ്റവും വലിയ അംഗീകാരമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാളിതുവരെ LDFും UDFും കേരളം ഭരിക്കുമ്പോൾ അവികസിതമായ കേരളത്തിൻ്റെ പഞ്ചായത്തുകളെ, കേരളത്തിലെ മുനിസിപ്പാലിറ്റിയെ, കേരളത്തിലെ കോർപ്പറേഷനുകളെ, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിനെ, കേരളത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിനെ വലിയ രീതിയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന വികസിത രേഖ തയ്യാറാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ മാക്സിമം നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ കോർപ്പറേഷനിലും എത്തിക്കുവാൻ കഴിയുന്ന വലിയ ഒരു വികസന രേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. വികസന രേഖ തയ്യാറാക്കിയത് അടിസ്ഥാന വർഗമായിട്ടുള്ള ഇവിടുത്തെ തൊഴിലാളികൾ മുതൽ ഗ്രാമീണ മേഖലയിലെ കർഷകർ മുതൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത്. നാളിതുവരെ നമുക്ക് കടന്നു കയറാൻ ചെല്ലാത്ത കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 20-ാം വാർഡിൽ വലിയ വിജയമുണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ചരിത്ര വിജയമുണ്ടാക്കുവാൻ നമ്മുടെ ഗീത ജയകുമാർ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്.